ഹലോ ഗൈസ്, എല്ലാവർക്കും നല്ല റാപ്പറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് ഒരു ഇടിവെട്ട ഡറൈറ്റാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്തുകൊണ്ട് സംഭവം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും അല്ലേ. അതായത് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള വാഹനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വണ്ടിയുടെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ തുടങ്ങല്ലേ. അപ്പോൾ കമാ. ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ ഐറ്റം ഇതാണ് വോൾക്സ്വാഗൺ 9067 കോംബി. അതായത് സ്പിക് സ്ക്രീൻ കിഡിലൻ ഐറ്റം ഗൈസ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ ഒരു വണ്ടി ഇങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ള യാതൊരുവിധ ഐഡിയ എനിക്കില്ലാണ്ടായി. പെട്ടെന്നൊരു വണ്ടടിച്ച അവസ്ഥയായി. കാരണം ഈ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ തന്നെ നോക്കിന്ന് പോവും ആഹാരമായാലും. കാരണം അജാതി ലുക്കും അജാതി ഫാൻ ബേസുള്ള ഈ ഒരു വണ്ടി, അതായത് നമ്മുടെ നാട്ടിൽ ഏങ്ങണ്ടൂരിൽ ഈ ഒരു വണ്ടി ഉള്ള കേട്ടോ. അതായത് നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ജഗദീഷാൻ്റെ വണ്ടിയാണിത്. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഐറ്റം ഇപ്പോൾ അതായത് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ ഈ ഒരു വണ്ടി എന്താ പറയുക, വേറൊരു മൂഡാണ്. ഏതൊരു വാഹനപ്രേമിയും ആഗ്രഹിക്കും ഇതേമാതിരി ഒരു വണ്ടിയിലൊന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ആഗ്രഹം സഫലമായി. നമ്മുടെ കൂടെ വണ്ടി ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലേ, അറിയാൻ വേണ്ടിയിട്ട്. അതായത് എവിടെയാണ് രജിസ്റ്ററിൽ എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഴയ മദ്രാസിയിൽ നീലഗിരിയിൽ രജിസ്റ്റർ ചെയ്തുള്ള വണ്ടിയാട്ടത്. അപ്പോൾ ഗൈസ്, ഒരുപാട് കാലപ്പഴക്കമുണ്ട്, ഒരുപാട്. കമോൺ. ഈ ഒരു വണ്ടിയുടെ ആദ്യത്തെ ഒരു പിക്ചർ ഞാൻ എൻ്റെ ഇതിനോടൊപ്പം കാണിക്കാം. അപ്പോൾ ആ ഒരു പിക്ചറിന് ശേഷം ഈ ഒരു വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് പിന്നിൽ എത്ര എഫേർട്ട് ഉണ്ട്, എത്ര കഥകളുണ്ട്, എത്ര എന്താ പറയുക അലച്ചിലുണ്ട്. അതായത് പാർട്സ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടും. കാരണം എന്താ, നമ്മുടെ നാട്ടിലെ വണ്ടിയല്ല, സായിപ്പ്. ആയിരത്തി 1967 ഇൻഡോ ജർമ്മൻ നീലഗിരി പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റാണ് ഈ എടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് കാലപ്പഴക്കമുണ്ട്. പക്ഷെ ഇപ്പോഴും ആള് ചില്ലാണ് നമ്മളെ പോലെ തന്നെ ഗൈസ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത കേട്ടോ, അതായത് ഈ ഒരു ടൈപ്പ് വണ്ടികൾക്ക് മാത്രമുള്ളൂ ഇത്രയും വലിയൊരു എംബ്ലം വോൾക്സ്വാഗൻ്റെ. വേറൊരു വണ്ടിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഈ വണ്ടിയുടെ കളറിങ്, അതായത് പെയിൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്ന അതേ സെയിം കളർ തന്നെയാണ് ഇപ്പോഴും നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു വലിയ പ്രത്യേകതയാണ്. പിന്നെ ഓവറോൾ നോക്കുമ്പോൾ ഇതിൻ്റെ പാർട്സുകളൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. ഇതൊക്കെ ഒറിജിനൽ പാർട്സ് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു വണ്ടിപ്രാന്തൻ്റെ, അതായത് ഒരു വണ്ടിപ്രാന്തൻ്റെ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വിൻറ്റേജ് വണ്ടിക്കാരൻ, അതായത് ഒരു വണ്ടിപ്രാന്തൻ തന്നെ പറയാം, ഈ ഒരു വണ്ടീനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അത്രയും എന്താ പറയുക പെർഫെക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കണം. വണ്ടി ഒന്ന് ഓവറോൾ ഒന്ന് കാണാം, ചുറ്റിക്കറങ്ങി കാണാം.
ഗൈസ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വണ്ടിയുടെ ഡ്രൈവിംഗ് ക്യാബിനാണ് കേട്ടോ. അതിലേറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ കാണുന്ന ഫിലിപ്സിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. ഇത് പഴയ മ്യൂസിക് സിസ്റ്റമാണ്, ഇപ്പോഴും വർക്കിംഗ് ആണ്. ഈ കാണുന്നത് ഒരു ആസ്ട്രേ ആണ് കേട്ടോ. പണ്ടത്തെ കാലത്ത് സായിപ്പന്മാർ സിഗരറ്റ് വലിച്ച് തട്ടിയിരുന്ന ആസ്ട്രേ ആണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് 2 മീറ്റേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഫ്യൂവലിൻ്റെയും പിന്നെ സ്പീഡോമീറ്ററുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഗിയർ ലിവറാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഈ വണ്ടിയുടെ വേറൊരു പ്രത്യേകത ഞാൻ പറയാൻ പോകുന്നത്, ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് റോക്ക് ആൻഡ് റോൾ സീറ്റ്സ് ആണ് കേട്ടോ. അതായത് കാണിച്ചു തരാം, ഇവിടെ ഒരു ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ ക്യാമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബെഡായിട്ടായാലും യൂസ് ചെയ്യാം. നോർമലി സീറ്റ് നോക്കാം, ബെഡ് നോക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഈ ഒരു വാഹനത്തിൽ മിനിമം ഒരു 7-8 പേർക്ക് അടിപൊളിയായിട്ട് ഇരുന്നിട്ട് യാത്ര ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ സീറ്റിംഗ് ഫുള്ള് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ബാക്ക് സീറ്റിലായിട്ട് നമുക്ക് ഒരു 3-4 പേർക്ക് ഇരിക്കാം. മിനിമം എന്നെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 4 പേർക്ക് ഇരിക്കാം. പിന്നെ ഇവിടെ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സീറ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഡ്രൈവറുടെ അടുത്തും ഒരു സീറ്റ് ഉണ്ട്. ഇതിൻ്റെ ഈ ഫ്രണ്ട് സീറ്റിലേ നമുക്ക് സ്റ്റോറേജ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതേമാതിരി ഇപ്പുറത്തുണ്ട്, ഇവിടെയും സെയിം തന്നെയാണ്. ഈ വണ്ടിയുടെ ഉള്ളിൽ നമ്മൾ മാക്സിമം എന്താ പറയുക നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് ആണെങ്കിലും ഇരിക്കാനുള്ള കപ്പാസിറ്റി ആണെങ്കിലും അടിപൊളി വർക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഈ വണ്ടിയുടെ ഒരു രൂപകൽപ്പന ഉള്ളിൽ ചെയ്തിട്ടുള്ളത്. കളേഴ്സ് ആണെങ്കിലും അല്ലാതും. ഗൈസ്, അപ്പോൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിൽ വരുമ്പോൾ ഈ വണ്ടിയിൽ 4 സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മ്യൂസിക്കിൻ്റെ സ്റ്റീരിയോ ഉണ്ട്. പിന്നെ ഈ സീറ്റിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഇൻവെർട്ടറും ഇതിൻ്റെ ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് നമ്മൾ ക്യാമ്പ് ചെയ്യാനൊക്കെ ആണെങ്കിൽ കണക്ഷൻ എടുത്തിട്ട് നമുക്ക് അങ്ങനെയായാലും യൂസ് ചെയ്യാൻ പറ്റും. ഗൈസ്, ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ വരുന്നത് ബാക്ക് സൈഡിലാണ് കേട്ടോ. നമുക്കൊന്ന് കാണാം. കമോൺ. ആ 1600 cc എയർ കൂൾഡ് എൻജിനാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ എയർ കൂൾഡ് എൻജിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വണ്ടിക്ക് റേഡിയേറ്റർ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന കാറ്റിലാണ് എൻജിൻ തണുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വലിയൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതിൻ്റെ ഐറ്റംസൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് വരുന്ന ആ ഒരു പൈപ്പൊക്കെയാണ് കേട്ടത്. ഗൈസ്, അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വേറൊരു പ്രത്യേകത, അതായത് നമ്മൾ എ സി ഉള്ള വണ്ടികൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എ സിക്ക് പകരമായിട്ട് പണ്ട് കൊടുത്തിട്ടുള്ള സിസ്റ്റമായിട്ടത്, അതായത് ഫ്രണ്ടിൽ നിന്നുള്ള എയർ ഇങ്ങനെ സക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്കൂടെ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യാൻ പറ്റും. ഇവിടെ അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ വണ്ടികളിൽ നമ്മൾ എ സി കൺട്രോൾ ചെയ്യില്ലേ, ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ആക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൂടെയൊക്കെ നല്ല രീതിയിൽ കാറ്റ് നമുക്ക് കിട്ടും ഉള്ളിലേക്ക്. പണ്ടത്തെ ഒരു ഐഡിയ ടെക്നിക്ക് എന്നൊക്കെ പറയാം.
അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുള്ളിൻ്റെ നൈറ്റത്തെ ഒരു വിഷയം. അടിപൊളിയല്ലേ? ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത കിടിലൻ വണ്ടിയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുള്ളത് ജഗദീഷാറിനോടാണ്. കാരണം നമുക്ക് ഒരു വണ്ടി റിവ്യൂ എടുക്കാൻ വേണ്ടി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ബൈ, സീ യു.